ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷമാണ് വിജയിക്കാൻ പോകുന്നത്. സഖാവ് വി എസ് സുനിൽകുമാർ ഈ മണ്ഡലത്തിലെ ഗ്രാമാന്തരങ്ങളിൽ അദ്ദേഹം സുപരിചിതനാണ്. ഓരോ വ്യക്തിയെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യാനുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഈ സംസ്ഥാനത്ത് അവർ സ്വീകരിക്കുന്നില്ല. ബി ജെ പിയുടേതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വരം പലപ്പോഴും കേൾക്കാനില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് എന്തെല്ലാം പ്രചരണ ഘോഷങ്ങൾ നടത്തിയാലും ഈ മണ്ഡലത്തിനകത്തെ ഗ്രാമങ്ങളിൽ യു ഡി എഫിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് രോഷം യഥാർത്ഥത്തിൽ പുകയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അശേഷം സംശയമില്ല, എന്തെല്ലാം മാധ്യമ പ്രചാരവേലകൾ നടത്തിയാലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിക്കും. അത് വെറുതെ പറയുന്നതല്ല. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം ഇവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. അത് ചെറിയ ഭൂരിപക്ഷമായിരുന്നില്ല. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ലഭിച്ച വമ്പിച്ച ഭൂരിപക്ഷം, ആ ജനപ്രീതി എൽ ഡി എഫ് നിലനിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല.